ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിനെയും പറയുന്നുണ്ട്. സോ KTU യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് ഇവരൊക്കെ. സോ അത് റാങ്കിങ് വെച്ചിട്ടല്ല, എന്നാലും അത്യാവശ്യം നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ആ കോളേജിലുള്ള കോഴ്സുകൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കോളേജിലുള്ള കോഴ്സുകൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരളയാണ്. സോ ഫസ്റ്റ് തന്നെ CET ആണ്. അത്യാവശ്യം അടിപൊളി കോളേജ്, അത്യാവശ്യം എന്നല്ല, കേരളത്തിലെ ദ ബെസ്റ്റ് കോളേജ് എന്ന് പറയാം. അതായത് IIT NIT കഴിഞ്ഞാൽ പിന്നെ റാങ്കിങ് സ്കീമിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കോളേജാണ് ഈ കോളേജ്. നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു ഓക്കെ കോളേജാണ്. ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കീമിൽ ഏകദേശം 2000 താഴെ റാങ്ക് ഉണ്ടായിരിക്കണം എന്തായാലും. അത്രയ്ക്കും അടിപൊളി കോളേജാണ്. സോ ഈ കോളേജിലേക്ക് കിട്ടാനുള്ള കോമ്പറ്റീഷൻസ് നല്ല കൂടുതലായിരിക്കും. എനിവേ എല്ലാവരും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നൊരു കോളേജ് തന്നെയാണ് CET. പിന്നെ വന്നിട്ടുള്ളത് GC തൃശ്ശൂരാണ്. എന്താ പറയുക, CET കഴിഞ്ഞാൽ തൃശ്ശൂർ അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. പ്ലേസ്മെൻറ്റ്സും നന്നായിട്ടുണ്ട്, അത്യാവശ്യം നല്ല കോഴ്സുകളും ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ തങ്ങൾകുന്ന് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അങ്ങനെ അറിയുന്നതിനെക്കാട്ടിലും എല്ലാവർക്കും അറിയാം TKM കൊല്ലം എന്നായിരിക്കും. സോ നല്ലൊരു കോളേജ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, എന്നാലും നല്ലൊരു കോളേജ് തന്നെയാണ്. അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സും എല്ലാം ഉള്ളൊരു കോളേജാണ്. പിന്നെ NSS പാലക്കാടാണ്. NSS അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സ് വരുന്ന കോളേജ് തന്നെയാണ്. അടുത്തത് MSc ആണ്. MSc കോതമംഗലം. അത്യാവശ്യം, അതായത് ഗവൺമെൻറ്റിനെക്കാട്ടിലും അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്. ഇവിടെ ഗവൺമെൻറ് ഫീസ് തന്നെയാണ് വരുന്നിട്ടുള്ളത്, പക്ഷേ ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, ഒൺലി ഗവൺമെൻറ് അല്ല. പിന്നെ ഈ കോളേജിനൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് സെക്കൻഡ് ഇയറിൽ കോളേജ് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ ഈ കോളേജിൽ കോളേജ് ട്രാൻസ്ഫർ ഇല്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു കോളേജിൽ. പക്ഷേ പ്ലേസ്മെൻറ്റ്സും ബാക്കി എല്ലാ ക്ലബ് ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്തും അടിപൊളിയായിട്ടുള്ളൊരു കോളേജാണ് MScയും. പിന്നെ GC കണ്ണൂരാണ്. അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ KTU റാങ്കിങ്ങിൽ 4th വന്നിട്ടുള്ളൊരു കോളേജാണ്. നല്ല കോളേജ് തന്നെയാണ്, പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ക്ലബും എല്ലാം ഉണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ RIT ആണ്. RIT കോട്ടയം. അതൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, നല്ലൊരു കോളേജാണ്, പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കോഴ്സുകളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരമാണ്. ഇത് പാലക്കാട് തന്നെ വരുന്നിട്ടുള്ള ഒരു കോളേജാണ്. അത്യാവശ്യം നല്ല കോളേജാണ്. NSS പോലെ തന്നെ നല്ലൊരു കോളേജ് തന്നെയാണ്, പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അടുത്ത് വന്നിട്ടുള്ളത് ബാർട്ടൺ ഹില്ലാണ്. GEC ട്രിവാൻഡ്രം എന്നാണ് അറിയുന്നത്. ബാർട്ടൺ ഹിൽ കോളേജാണ്, പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ CETയും ബാർട്ടൺ ഹില്ലുമാണ് അത്യാവശ്യം അടിപൊളി കോളേജ്. അപ്പം പിന്നെ അടുത്തത് GC കോഴിക്കോടാണ്. GC കോഴിക്കോട് എന്താ പറയുക, നല്ലൊരു കോളേജ് തന്നെയാണ്, എല്ലാ കോഴ്സുകളും ഉണ്ട്. പക്ഷെ പുതിയൊരു കോളേജ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഇതുണ്ട്. അപ്പം നല്ല കോളേജാണ്, പ്ലേസ്മെൻറ്റ്സും ഉണ്ട്, അവിടെ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് GC വയനാടാണ്. GC വയനാടും നല്ലൊരു കോളേജ് തന്നെയാണ്, പ്ലേസ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് GC ഇടുക്കിയാണ്. GC ഇടുക്കിയും ഈ വയനാട് ഒക്കെ പോലെ തന്നെയുള്ളൊരു കോളേജ് തന്നെയാണ്, നല്ലൊരു കോളേജാണ്. പിന്നെ ഓക്കെ, ഇത്രയും ഗവൺമെൻറ് കോളേജസ് ആണ് കേരളത്തിലുള്ളത്, ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡും. പിന്നെ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ കോളേജിൻ്റെ ലുക്ക് കണ്ടിട്ട് കോളേജ് സെലക്ട് ചെയ്യാൻ പാടില്ല. ചൂസ് എ കോളേജ് വൈസ്ലി. അവിടുത്തെ കോഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് പോവുക. ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ചൂസ് ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്താൽ കഷ്ടപ്പെട്ട് പഠിക്കാണ്ടിരിക്കാം. സോ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ നല്ല കോളേജിൻ്റെ ലുക്ക് കണ്ടിട്ട് സെലക്ട് ചെയ്യാതെ അവിടുത്തെ കോഴ്സും അവിടുത്തെ പ്ലേസ്മെൻറ്റ്സും അവിടുത്തെ റാങ്കിങ്ങും
പിന്നെ അവിടുത്തെ എല്ലാം നോക്കിയിട്ട് ഫെസിലിറ്റീസും ഒക്കെ നോക്കിയിട്ട് കോളേജ് ചൂസ് ചെയ്യുക. എല്ലാ കോളേജും നല്ല തന്നെയാണ്, എല്ലാ കോഴ്സും നല്ല തന്നെയാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഇരിക്കും എല്ലാ കോഴ്സും. സോ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.